പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ, ബ്രേക്കിംഗ് ന്യൂസുകൾ, ശ്രദ്ധേയമായ പ്രതികരണങ്ങൾ, ഇതൊക്കെ ഇനിയുള്ള 1 മണിക്കൂർ സമയം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്താൻ പോവുകയാണ്. ഇന്ന് വൈകിട്ട് പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വലിയ വാർത്തയിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത് SFIO കുറ്റപത്രം. പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകി. സേവനം നൽകാതെ 2.7 കോടി രൂപ വീണ വിജയൻ കൈപ്പറ്റി എന്നാണ് കണ്ടെത്തൽ. വീണയ്ക്കെതിരെ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. മാസപ്പടി വിഷയത്തിൽ വലിയ അന്വേഷണം ആവശ്യമാണെന്ന് BJP നേതാവും പരാതിക്കാരനുമായ ഷോൺ ജോർജ് പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ മകളാണ് പ്രതിയെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി തന്നെയാണ് പ്രതി എന്നായിരുന്നു ഷോൺ ജോർജിന്റെ പ്രതികരണം. അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കേരള സംസ്ഥാനത്ത് നിന്ന് കോടികൾ ഒഴുകിയിട്ടുണ്ട്. കേരളം കണ്ടതിലെ ഏറ്റവും തട്ടിപ്പുകാരനായ, അഴിമതിക്കാരനായ രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ എന്ന് ഈ അന്വേഷണത്തിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടാൻ പോവുകയാണ്. ധാർമ്മികതയുണ്ടെങ്കിൽ ഈ കേസിൽ അദ്ദേഹത്തിന് രാജിവെക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഒരു നിമിഷം പോലും തൽസ്ഥാനത്ത് തുടരാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അർഹതയില്ല. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരനും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ പിണറായി വിജയൻ അർഹതയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രസ്താവനയിൽ പറഞ്ഞു. ഒന്ന്, പിണറായി വിജയൻ്റെ സർക്കാർ ഭരിക്കുമ്പോൾ അത് അന്വേഷിക്കാനോ അല്ലെങ്കിൽ അത് കേസെടുക്കാനൊന്നും ഒരു മെനക്കെട്ടിട്ടില്ല. ഇപ്പോഴും എടുക്കാൻ പോകുന്ന കേസിൻ്റെ ഭാവി എന്ത് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഈ അഴിമതിക്കെതിരെയുള്ള നടപടി സ്വീകരിക്കണം. സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങളൊക്കെ പ്രക്ഷോഭ രംഗത്തേക്ക് ഞങ്ങൾ ഇറങ്ങും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അന്തസ്സോ അഭിമാനമോ മാനമോ ഉണ്ടെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. പിണറായി വിജയൻ ഇന്ന് രാജിവെക്കണം. ഇതിൽ ഒറ്റ ഡിലേ ഉണ്ടാവാൻ പാടില്ല. ഇതിൽ ഒരു നല്ല ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു പാർട്ടീൻ്റെ ഒരു ഡിസിഷനാണ് പിണറായി വിജയൻ ഇന്ന് രാജിവെക്കണം. ഇത് അഴിമതി, ഭയങ്കര ഒരു സീരിയസ് അഴിമതിൻ്റെ കേസാണ്. അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ആവുന്നവരെ പിണറായി വിജയൻ രാജിവെക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എറണാകുളം ജില്ലാ കോടതി ഒന്നിൽ മാസപ്പടി കേസിലെ കുറ്റപത്രം ഇന്ന് ഉച്ചയോടെ സമർപ്പിച്ച SFIO കേസിൽ പ്രതികൾക്ക് ഉടൻ സമൻസ് അയക്കും. വിവരങ്ങളുമായി സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന്, അതുപോലെ ശ്രീകാന്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം സലീം മാലിക്കിലേക്കാണ്. സലീം, ഈ കുറ്റപത്രത്തിലെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക്, വലിയ രാഷ്ട്രീയ വിവാദത്തിന് അത് തുടക്കമിട്ടിട്ടുണ്ട്. ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ 2.7 കോടി രൂപ എങ്ങനെ കൈപ്പറ്റി എന്ന ചോദ്യം, ഗുരുതരമായ കണ്ടെത്തൽ, അതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നു. നേരത്തെ ഈ വിവാദവുമായി ബന്ധപ്പെട്ടൊരു ഒത്തുകളി ആരോപണമാണ് കോൺഗ്രസ് ഉയർത്തിയതെങ്കിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യമെന്ന നിലയിലേക്ക് അത് കടുപ്പിക്കുന്നു. പരസ്യ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുന്നു. എന്ത് ചലനമാണ് ഈ വിവാദം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്നത് സലീം? റിജിത്ത്, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആദ്യമായാണ് SFIO ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ കേസിൽ തന്നെ പ്രതിപ്പട്ടികയിലേക്ക് മുഖ്യമന്ത്രിയുടെ മകൾ വരുന്നു. അതിന് പിന്നാലെ കുറ്റപത്രം സമർപ്പിക്കുന്നു. ആ കുറ്റപത്രത്തിൽ 6 മാസം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ചുമത്തുന്നു. സ്വാഭാവികമായും തുടക്കം മുതൽ കോൺഗ്രസും BJPയും ആരോപിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ കേസിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ഇടപെടലാണ് മകൾ വീണ വിജയൻ നടത്തിയത്. മാസപ്പടി വാങ്ങിയത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ്. ആ ആരോപണത്തിന് ഇനി ബലമേറും എന്നുള്ളതാണ്. കഴിഞ്ഞ ഈ ആരോപണം വന്ന ആ സമയത്ത് തന്നെ വലിയ വിവാദങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെക്കുറിച്ച് വലിയ നിലയിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഏറ്റെടുത്ത് അവതരിപ്പിക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെ ഈ കേസിൽ ഗുരുതരമായ ഗൗരവമായ കണ്ടെത്തലുകൾ കൂടി വന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും നാളെ മുതൽ സംസ്ഥാന രാഷ്ട്രീയം കാണാൻ പോകുന്നത് മാസപ്പടിയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദമാണ്. പ്രത്യേകിച്ചും മധുരയിൽ ദേശീയ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ തീരുമാനം വന്നിരിക്കുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള പ്രതികരണങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും, മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയനെ മാറ്റാൻ CPIM തീരുമാനിക്കണം എന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. KPCC അധ്യക്ഷൻ K സുധാകരനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒക്കെ ആ നിലയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ഇരുവരും ആവശ്യപ്പെടുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്, സ്വന്തം മകൾക്കെതിരെ ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ആരോപണം നടക്കുമ്പോൾ, അതിൽ പ്രോസിക്യൂഷൻ നടപടികൾ നടക്കുമ്പോൾ എങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ കഴിയും എന്നുള്ളൊരു ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും വളരെ വേഗത്തിൽ തന്നെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഈ വാർത്ത പുറത്തു വന്ന് ഈ നിലയിലുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ വൈകുന്നേരം 4 മണിക്ക് എല്ലാ മണ്ഡലം കേന്ദ്രങ്ങളിലും മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ രാത്രി പ്രതിഷേധം ഇന്ന് രാത്രിയിൽ പല ജില്ലകളിലും
ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന നിലയിലുള്ള വലിയ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ വാക്പോരും ഒപ്പം തന്നെ പ്രതിഷേധങ്ങളും തെരുവിലലയടിക്കാൻ കഴിയുന്ന നിലയിലുള്ളൊരു വലിയ വിവാദമാണ് ഇന്നത്തോടുകൂടി വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട സംസ്ഥാന രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞിരുന്നു. അതിന് പിന്നാലെ തന്നെ വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോടതി നടപടികളും കോടതി വ്യവഹാരങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ 6 ദിവസം മുൻപാണ് തൽക്കാലം വിജിലൻസ് അന്വേഷണം വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് കോടതി ഉത്തരവിട്ടത്. അതിന് തൊട്ടു പിന്നാലെയാണ് SFIOയുടെ കണ്ടെത്തലുകളിൽ ഈ അന്വേഷണം നടക്കാനിരിക്കുന്നത്, പ്രോസിക്യൂഷൻ നടക്കാനിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല കണ്ടെത്തലുകൾ കൂടി വളരെ ഗൗരവമുള്ള ഗുരുതരമായ കണ്ടെത്തലുകൾ കൂടി അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും നാളെ മുതൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളിളക്കമാകാൻ പോകുന്ന വിഷയമായി മാസപ്പടി വിവാദം വീണ്ടും എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റീജിത്ത്. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ശ്രീകാന്ത് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. എറണാകുളം ജില്ലാ കോടതി 1 മാസപ്പടി കേസിലെ കുറ്റപത്രം ഇന്ന് ഉച്ചയോടെ സമർപ്പിച്ചിട്ടുണ്ട് SFIO. കേസിൽ പ്രതികൾക്കുടൻ സമൻസ് അയക്കും. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീകാന്ത്, വലിയൊരു രാഷ്ട്രീയ ബോംബ് എന്ന നിലയിലാണ് ഇത് കേരള രാഷ്ട്രീയത്തിലേക്ക് വന്ന് വീഴുന്നത്. അതിൻ്റെ ചലനങ്ങൾ, പ്രതികരണങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലായി കാണുന്നു. തുടർന്നും വലിയ രാഷ്ട്രീയ വിവാദത്തിന് അത് കാരണമാകുമെന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഈ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, വലിയ വിവാദം, കോടതി നടപടികൾ, ഇതിനൊക്കെ ശേഷം SFIO കണ്ടെത്തുന്നത് ഗുരുതര സ്വഭാവത്തിലുള്ള കാര്യങ്ങളാണ്. ഈ കേസിൻ്റെ നാൾവഴിയും വിവാദവും ഒക്കെ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഓർക്കാൻ കഴിയുന്നത്? ഇനിയുള്ള ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ശ്രീകാന്ത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഉച്ചയ്ക്ക് SFIO ഡെപ്യൂട്ടി ഡയറക്ടർ M. അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇന്ന് ജില്ലാ കോടതി 1 എറണാകുളം ജില്ലാ കോടതി 1 ഇതിന്റെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അഭിഭാഷകർക്കൊപ്പമാണ് കോടതിയിലേക്ക് എത്തിയത്. ഇന്ന് ഉച്ചയ്ക്കാണ് ഈ കുറ്റപത്രം അത് കോടതിയിലേക്ക് കൊണ്ടുവരികയും അവിടെ ഫയൽ ചെയ്യുകയും ചെയ്തത്. ഇനി തുടർ നടപടി കൊച്ചിയിൽ തന്നെയായിരിക്കും, കൊച്ചിയിലെ കോടതിയിൽ തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ നടക്കാൻ പോകുന്നത്. സമൻസ് വൈകാതെ മുഴുവൻ പ്രതികൾക്കും, മുഖ്യമന്ത്രിയുടെ മകളടക്കമുള്ള പ്രതികൾക്ക് സമൻസ് പോകും വിചാരണയുടെ ഭാഗമായി. ഇനി ഇതിൻ്റെ നാൾവഴിയിലേക്ക് വരികയാണെങ്കിൽ, നേരത്തെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ, ഇൻകം ടാക്സ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു ലെറ്റർ പുറത്തു വരുന്നു, അവരുടെ ഒരു കണ്ടെത്തൽ റിപ്പോർട്ട് പുറത്തു വരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവാദങ്ങളെല്ലാം ആരംഭിക്കുന്നത്. അതിൽ വീണ വിജയൻ്റെതടക്കമുള്ള പേരുകൾ, എക്സാലോജിക്കിൻ്റെ പേരുകൾ പരാമർശിക്കപ്പെട്ടിരുന്നു. ശേഷം അത് SFIO അന്വേഷണത്തിന് വഴിമാറുന്നു. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അതിന് അനുമതി നൽകുന്നു. ആ അന്വേഷണം മുന്നോട്ട് പോകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ SFIOയിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനും മറ്റ് ഒട്ടനവധി കേസുകൾ, ഈ രീതിയിലുള്ള കേസുകൾ അന്വേഷിച്ച് തെളിയിച്ചിട്ടുള്ളതുമായ M. അരുൺ പ്രസാദിന്, ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഈ ചുമതല നൽകുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അന്വേഷണം മുന്നോട്ട് പോവുകയും വീണ വിജയനെ ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനിടെ കോടതി വ്യവഹാരങ്ങൾ ഒരുപാട് നടന്നു. കർണാടക ഹൈക്കോടതിയിൽ, കേരള ഹൈക്കോടതിയിൽ, ഡൽഹി ഹൈക്കോടതിയിൽ, അങ്ങനെ 3 ഹൈക്കോടതികളിലായി ഇതിൻ്റെ വ്യവഹാരങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ SFIO ഈ പ്രതികളെ എല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്ത് അവരെ പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തി എറണാകുളം ജില്ലാ കോടതി 1 കുറ്റപത്രം സമർപ്പിച്ചത്. ഇനി നോട്ടീസ് പോകും. അതിനുശേഷം വിചാരണ നടപടികളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങും. ശരിയാ, ശ്രീകാന്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. CPIM പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടയിലാണ് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ പ്രതി ചേർത്ത കുറ്റപത്രം കോടതിയിൽ എത്തിയിരിക്കുന്നത്. CPIM ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും, അത് പ്രധാനപ്പെട്ടതുമാണ്. ശ്രീജിത്ത് മധുരയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു വലിയ രാഷ്ട്രീയ ബോംബ് വന്ന് വീഴുന്നത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം ശക്തമാക്കുന്നുണ്ട് പ്രതിപക്ഷം. ഒരു നിമിഷം പോലും ഇനി ആ സ്ഥാനത്ത് തുടരാൻ മുഖ്യമന്ത്രിക്ക് അർഹതയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെ മകളിലൂടെ മുഖ്യമന്ത്രിയിലേക്ക് തന്നെ ആരോപണത്തിന്റെ മുന കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഒരു പ്രതിരോധം CPIMന് എങ്ങനെ, എത്രത്തോളം സാധ്യമാകും? ശ്രീ റിജിത്ത് സൂചിപ്പിച്ചതുപോലെ CPIMന്റെ 24ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗവും രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ്റെ കുടുംബത്തിനെതിരെ ഉള്ള കേസിൽ നിർണായകമായൊരു ഇടപെടൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം നടത്തിയിരിക്കുന്നത്.
മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ ലോജിക്കും കരിമണൽ കമ്പനിയായ CMR തമ്മിൽ നടന്ന ഇടപാടുകളാണ് മാസപ്പടി ആരോപണവുമായി പുറത്തു വന്നത്. അക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് നീങ്ങാൻ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അനുമതി നൽകിയത് കേരളത്തിലെ CPIM-നും മുഖ്യമന്ത്രിക്കും ഒരു തിരിച്ചടിയായാണ്. ഇപ്പോഴും തന്നെ പ്രതിപക്ഷം അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യം ഉയർത്തിക്കഴിഞ്ഞു. KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് VD സതീശനും അടക്കമുള്ള ആളുകൾ മുഖ്യമന്ത്രിയുടെക്കെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നു. എന്നാൽ ഇതുവരെയും CPIM-ന്റെ സംസ്ഥാന നേതൃത്വമോ ദേശീയ നേതൃത്വമോ ഒരു പ്രതികരണവും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പാർട്ടി കോൺഗ്രസിൻ്റെ 2ാം ദിവസത്തെ ചർച്ചകൾ കഴിഞ്ഞപ്പോൾ പ്രതിനിധികൾ പുറത്തേക്ക് വരികയാണ്. LDF കൺവീനർ TP രാമകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ പുറത്തേക്ക് വന്നെങ്കിലും അവരാരും പ്രതികരിച്ചിട്ടില്ല. സംഭവത്തെപ്പറ്റി പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് CPIM-ന്റെ നേതാക്കൾ ഇതുവരെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള പ്രതികരണം പ്രതീക്ഷിക്കുന്നു. ദേശീയ നേതൃത്വത്തിൻ്റെയും പ്രതികരണം പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇതുവരെയും അത്തരമൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല. റീജിത്ത്, ഈ വിവാദത്തിൻ്റെ ഈ മാസപ്പടി വിവാദത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് മന്ത്രിമാരൊന്നാകെ നേതാക്കളൊന്നാകെ മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർത്ത് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിരോധം തീർത്ത് രംഗത്തിറങ്ങുന്നതും പ്രതികരണങ്ങൾ നടത്തുന്നതുമൊക്കെ. ഈ പശ്ചാത്തലത്തിൽ സമാന സ്വഭാവത്തിലുള്ളൊരു പ്രതികരണവും പ്രതിരോധവും പാർട്ടിയിൽ നിന്ന് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ശ്രീ? റിജിത്ത്, സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ ഉയർന്ന ഈ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച ആക്ഷേപത്തിൽ പാർട്ടി ഒരു മറുപടി പറയേണ്ടി വരും. പാർട്ടി അക്കാര്യത്തിൽ പ്രതികരണം നടത്തേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അത്ര കണ്ട് കേരളത്തിലെ പാർട്ടിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. നേരത്തെ ആദായനികുതി വകുപ്പിൻ്റെ ഇടക്കാല തർക്കപരിഹാര ബോർഡിൻ്റെ തീർപ്പിലൂടെയാണ് ഈ CMR-ലും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് ആദ്യം പുറത്തു വരുന്നത്. സേവനം വിട്ടു നൽകാതെ എക്സാലോജിക്കിൻ്റെ ഉടമസ്ഥയായ ഈ വീണ വിജയന് 1.72 കോടി രൂപ CMR കമ്പനി നൽകിയെന്നാണ് ആദായനികുതി വകുപ്പിൻ്റെ ഇടക്കാല തർക്കപരിഹാര ബോർഡിൻ്റെ തീർപ്പിലൂടെ പുറത്തു വന്ന വിവരം. അന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വളരെ അപ്രതീക്ഷിതമായി ഈ കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തി. ആ പ്രതികരണം ഇതായിരുന്നു. അതായത് രണ്ട് കമ്പനികൾ തമ്മിൽ നിയമാനുസൃതം നടന്ന ഇടപാട്, ആ ഇടപാടിൽ പാർട്ടിക്ക് ബന്ധമില്ല, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രിക്ക് ബന്ധമില്ല. അത് രണ്ട് കമ്പനികൾ തമ്മിൽ നിയമാനുസൃതം നടന്ന ഇടപാട് മാത്രമാണ് എന്നായിരുന്നു പറഞ്ഞത്. ആ ഇടപാടിനെ മുഖ്യമന്ത്രിക്കെതിരായ ആരോപണമായി തിരിച്ചുവിടുന്നത് രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ ഭാഗമാണ്, രാഷ്ട്രീയ വൈരത്തിൻ്റെ ഭാഗമാണ് എന്നാണ് CPI ചൂണ്ടിക്കാണിച്ചത്. സമാനമായൊരു പ്രതികരണം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. അതിനുള്ള സാവകാശം ഒരുപക്ഷെ നേതൃത്വം എടുക്കുകയായിരിക്കും. നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. അത്തരം കൂടിയാലോചനകൾ പാർട്ടിക്കകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ഈ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രതിനിധി സമ്മേളനം നടക്കുന്ന തമുക്കം കൺവെൻഷൻ സെൻ്ററിലുണ്ട്. അവരുടെ പ്രതികരണം പ്രതീക്ഷിച്ചാണ് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഇവിടെ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നത്. ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് ഇന്നൊരു പ്രധാനപ്പെട്ട ദിനമായിരുന്നു. ആരോഗ്യമന്ത്രിയുമായി ആശാവർക്കർമാരുടെ ചർച്ച, അതിലൊരു സമവായം ഉണ്ടാകുമോ എന്നുള്ള കാര്യം എല്ലാവരും ഉറ്റുനോക്കി. പക്ഷേ ഒരു സമവായത്തിലെത്താൻ കഴിയാതെ ചർച്ച പാളിപ്പോകുന്നതാണ്, പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. ഓണറേറിയം ഉടൻ വർദ്ധിപ്പിക്കാനാവില്ല എന്ന നിലപാട് ഇന്നത്തെ ചർച്ചയിലും ആരോഗ്യമന്ത്രി ആവർത്തിച്ചു. പ്രശ്നങ്ങൾ പഠിക്കാൻ സമിതിയെ നിയോഗിക്കാം എന്ന നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് സമരക്കാർ സ്വീകരിച്ചില്ല. 3000 രൂപയെങ്കിലും കൂട്ടണം എന്നാണ് സമരസമിതി ആവശ്യപ്പെട്ടത്. ചർച്ച നാളെയും തുടർന്നേക്കും. 3 മണിക്കൂർ നീണ്ട ചർച്ച, പക്ഷേ ഫലം കണ്ടില്ല. ആശമാരുടെ ഓണററിയം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ സമിതിയെ നിയോഗിക്കാമെന്ന് സർക്കാർ. ആരോഗ്യവകുപ്പിലെയും ധനവകുപ്പിലെയും തൊഴിൽ വകുപ്പിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി സമിതി എന്ന നിർദ്ദേശം സമരസമിതി തള്ളി. ആദ്യം ഓണററിയം കൂട്ടണം, പിന്നീട് മതി സമിതിയെന്ന് സമരക്കാർ നിലപാടെടുത്തു. ഓണററിയവും വിരമിക്കൽ ആനുകൂല്യവും എന്ന 2 ഭാഗം മാറ്റിവെച്ചുകൊണ്ട് മറ്റ് ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ, ധാരാളം പ്രശ്നങ്ങളുണ്ട്, ആ വിഷയങ്ങളിൽ നമുക്ക് കമ്മിറ്റിയാകാം. ഇത് രണ്ടും അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ 21,000 എന്ന് പറഞ്ഞെടുത്തുനിന്ന് നിലവിലുള്ള 7,000, അതോടൊപ്പം ഒരു 3,000 രൂപ വരെ ചോദിച്ചിട്ട് പോലും അതിന് പോലും മറുപടിയില്ല. 3 മാസത്തിനുള്ളിൽ സമിതി റിപ്പോർട്ട് ലഭ്യമാക്കി ശുപാർശകൾ നടപ്പാക്കാമെന്ന് മന്ത്രി യോഗത്തിൽ പറഞ്ഞു. സർക്കാരിൻ്റെ സമീപനം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഈ കമ്മിറ്റി ഒന്ന് അത് പരിശോധിക്കട്ടെ. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചയാണ്, വളരെ ക്രിയാത്മകമായ ചർച്ചയാണ് നടന്നത്. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അഭ്യർത്ഥിച്ചത് ഇതിൽ നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാകണമല്ലോ. ആ സൊല്യൂഷനാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. INTUC, CITU പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളെ പിന്തുണച്ചു. ആശാവഹമായ പുരോഗതിയാണ് ചർച്ചയിലുണ്ടായിട്ടുള്ളത്.
അടുത്ത് തന്നെ വേണ്ടി വന്നാൽ അവർക്ക് കൂടിയാലോചിക്കണം എന്നുള്ളതൊരു ന്യായമായ ആവശ്യമാണ്. തത്വത്തിൽ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളിലും ഏതാണ്ട് 1-2 വിഷയങ്ങളൊഴികെ എല്ലാ കാര്യങ്ങളിലും പൊതുവെ ധാരണയായിട്ടുണ്ട്. നാളെയും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആരോഗ്യമന്ത്രി യോഗത്തിൽ അറിയിച്ചു. 24 തിരുവനന്തപുരം. ചർച്ച അലസിപ്പിരിഞ്ഞതിന് പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അപ്രതീക്ഷിത നീക്കങ്ങളാണ് ആശാവർക്കേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. നേരത്തെ റോഡിൽ കിടന്ന് ആശമാർ പ്രതിഷേധിച്ചു. സമരപ്പന്തൽ കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ചില പ്രതികരണങ്ങളിലേക്ക് ആദ്യം. കമ്മീഷൻ വേണ്ട ഞങ്ങൾക്ക്. ഞങ്ങൾ ജോലി ചെയ്യുന്നതിന്റെ കൂലിയാ ചോദിക്കുന്നത്. ഞങ്ങൾ ആരെ പിടിച്ചു പറിക്കാനോ മോഷ്ടിക്കാനോ പോയിട്ടല്ല ഞങ്ങൾ ഇവിടെ സമരത്തിന് വന്നത്. ഞങ്ങളെ വിയർപ്പും പച്ചവെള്ളമാക്കി ജോലി ചെയ്യുന്നവരാണ് ആശാ വർക്കർ. ഇന്ന് ഞാൻ ഒരു പുരുഷൻ ട്യൂബിടാൻ പോയിട്ടാണ് ഇവിടെ ഈ സമരത്തിന് വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കമ്മീഷന് വെക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ ഈ സമരത്തിന് ഒരു പടി പോലും പിന്നോട്ട് പോകില്ല. ഈ സമരം എത്ര ശക്തമായാലും ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ എന്തെന്ന് പറ്റിക്കുന്ന ഞങ്ങൾ ഈ സമരം ഒരു കാരണവശാലും ഞങ്ങൾ പിന്മാറുകയില്ല. മുന്നോട്ട് തന്നെ ശക്തമായി ഈ കാണുന്നതിന് അപ്പുറം ശക്തമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, 3ാം ഘട്ട ചർച്ചയും സമവായത്തിലെത്താൻ കഴിയാതെ പിരിഞ്ഞിരിക്കുന്നു. ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കാം, 3 മാസത്തിനകം അതിൻ്റെ റിപ്പോർട്ട് വരട്ടെ എന്ന കാര്യമൊക്കെ സർക്കാർ മുന്നോട്ട് വെച്ചെങ്കിലും അത് അംഗീകരിക്കാൻ തയ്യാറല്ല സമരക്കാർ. 3000 രൂപയെങ്കിലും പെട്ടെന്ന് കൂട്ടുകയും പിന്നീട് ആ കമ്മീഷൻ വേണമെങ്കിൽ ആവാം എന്ന നിലപാടാണ് സമരക്കാർ സ്വീകരിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. ഇനി നാളെ ചർച്ചയ്ക്കുള്ള സാധ്യത എത്രത്തോളമുണ്ട് സലീം? റിജിത്ത്, മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നാളെ ചർച്ചയ്ക്കൊരു തീരുമാനം വന്നാൽ, ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ആശാ വർക്കേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന്, ഇവിടെ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിൻ്റെ സമരസംഘടനയുടെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ചർച്ചയ്ക്ക് പോകാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അവരുടെ ഡിമാൻഡുകൾ സർക്കാർ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ അംഗീകരിക്കാൻ കഴിയില്ല. അതിന് പകരം ഏതെങ്കിലും നിലയിൽ ഓണറേറിയം വർധനവില്ലാതെ ഒരു തരത്തിലുള്ള സമവായത്തിലേക്കും തയ്യാറല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് തന്നെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട 21,000 എന്നവരുടെ ഡിമാൻഡിൽ നിന്ന് അവർ പിറകിലേക്ക് പോയി. ഈ തൽക്കാലം ഈ കമ്മീഷനെ വെക്കുകയാണെങ്കിൽ അങ്ങനെ വെച്ചുകൊള്ളൂ, അപ്പോൾ ഒരു 3000 രൂപയെങ്കിലും താൽക്കാലികമായി ഓണറേറിയം വർദ്ധിപ്പിച്ചതിന് ശേഷം കമ്മീഷനെ വെക്കുക, അതിനുശേഷം തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക എന്ന നിലയിലേക്ക് അവർ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോൾ പോലും അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ചർച്ചയുണ്ടായാലും അതിൽ പങ്കെടുക്കും. പക്ഷേ ഇവർ സ്വീകരിക്കുന്ന നിലപാടിൽ നിന്നൊട്ടും വിട്ടുവീഴ്ചയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇന്നിപ്പോൾ ഈ സമയത്തും ഈ 9 മണിയോട് അടുക്കുന്ന സമയത്തും ഇവിടെ ഈ ആശാ സമരപ്പന്തലിൽ നിരവധി ആശാ വർക്കേഴ്സ് ഉണ്ട്. സാധാരണഗതിയിൽ വളരെ കുറച്ചു പേർ മാത്രമാണ് ഈ സമയത്ത് ഇവിടെ കാണുന്നത്. പക്ഷേ ഇന്ന് അല്പസമയം മുൻപ് വരെ ഈ റോഡിൽ കിടന്നുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു. ഈ സമരം ഈ ഒരു സമവായത്തിലെത്താതെ പിരിഞ്ഞു എന്ന വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ സമര നേതാക്കൾ ഈ സമരപ്പന്തലിലെത്തി ഇക്കാര്യം ഇവരെ അറിയിക്കുകയായിരുന്നു. ഇവരെ അറിയിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ അവർ രൂക്ഷമായ മുദ്രാവാക്യം വിളികളോടുകൂടി ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് ആ തീരുമാനത്തെ സ്വാഗതം ചെയ്തത്. അതിന് പിന്നാലെ വളരെ അപ്രതീക്ഷിതമായി ആശാ വർക്കേഴ്സ് റോഡ് ഉപരോധത്തിലേക്ക് കടക്കുകയായിരുന്നു. 2 വശത്തെയും റോഡുകൾക്ക് നടുവിൽ കിടന്നുകൊണ്ട് നഗരത്തിലേറെ നേരം ഗതാഗതക്കുരുക്കുണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിരുന്നു. വലിയ സമരം ആ നിലയിൽ മണിക്കൂറുകളോളം ആ സമരം നീണ്ടു നിൽക്കുകയും ചെയ്തു. ഏകദേശം 1.5 മണിക്കൂറിനടുത്ത് ഈ റോഡ് ഉപരോധം തുടർന്നതിന് ശേഷം അല്പസമയം മുൻപ് മാത്രമാണ് ആശാ വർക്കേഴ്സ് റോഡിന് മുൻപിൽ നിന്ന് മാറിയത്. നാളെ മുതലും ഈ സമരം കൂടുതൽ കടുപ്പിക്കുക എന്നുള്ളതിലേക്കാണ് അവർ നീങ്ങുന്നത്. കാരണം ഈ അനുകൂലമായ തീരുമാനം. സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ രാജ്യസഭയിൽ വഖഫ് ബില്ലിന്മേലുള്ള ചർച്ച. ജോസ് കെ മാണി സംസാരിക്കുന്നത്. This is not a legal issue, but it has become a human crisis. I was one of the first state leaders in Kerala to visit Munambam to find out the ground reality. My party, Kerala Congress, reaffirms its solidarity with the people of Munambam. I stand firmly with the religious leaders and bishops in opposing the unjust provisions in the original act. Sir, currently regarding the Munambam, the challenge against the Waqf claims are restricted to Waqf tribunals, which often rule in favor of the board. The amendment allows appeals to High Court would introduce a crucial layer of judicial review under clause 35 of the amendment bill. Sir, I really anticipated that this amendment bill would include a provision to address the Munambam issue, but the proposed amendment to the Waqf Act in its present form is prospective.
and provides no relief to the matters already pending before tribunals and court. Without an express provision to extend the benefit of the amendment to pending case, its intended remedial effect is lost. So an immediate legislation intervention is required. I therefore urge this House to consider inserting a clear clause deeming all pending proceedings to have been instituted under the Amendment Act. This is in line with legislative precedents such as Section 31 of the Recovery of Debts and Bankruptcy Act of 1993 and Section 15 of the Commercial Code Act of 2015, both of which ensured pending cases were transferred and treated and instituted under the new law. Sir, yesterday in the Lok Sabha, you have said that this will not have the retrospective effect. Hence, I request the Honourable Minister to give assurance in this House that the problems of the Munambam and similar places should be solved in the light of the present amendment. Again, I am requesting, sir, the Honourable Minister, can you assure the House that this amendment, which is prospective in nature, can solve the Munambam case? Please do not generalize. Can you clarify, to be precise, if your genuine intention to address this matter, a retrospective provision should be have been incorporated. As I said earlier, some of the incidents of the earlier bills where it has been taken up in the new law also. Sir, while I fully support the reforms aimed at preventing arbitrary land acquisition of Waqf Board, I strongly oppose provisions that allow non-Muslim members in Central Waqf Council and Waqf Board, the Clause 9 and Clause 11 of the Amendment Act. Such measures compromise the religious autonomy of Waqf institutions and set a concerning precedent for interference in religious governance. Just as Hindu temples and Christian institutions maintain their religious character in administration, Waqf Board established under Islamic law should remain under the management of Muslim community. Sir, I conclude, sir. The bill also imposes unreasonable restrictions, for example, requiring a Muslim donor to have practiced Islam for a minimum of 5 years to donate property. This arbitrarily limits an individual's fundamental right and raises concern over discrimination against minority donors. So let me conclude. All the laws in India should strive to achieve harmony among communities while safeguarding the individual right. I reiterate, I support the clause 20 and 35 of the bill, which safeguard the community properties from unilateral Waqf claims. I object to the clause 9 and 11 of the bill, which is against the spirit of right to freedom of religion enshrined in our constitution. I again request the minister, can you please confirm and reiterate that this will be taken up, or the bill will be taken up on the retrospective effect, and it will be solved the Munambam issue. Thank you, sir. Now, Mr. K. Lakshmana. വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ രാജ്യസഭയിലെ ചർച്ചയിൽ ജോസ് കെ മാണി MP സംസാരിക്കുകയായിരുന്നു. ക്രൈസ്തവ സഭകളൊക്കെ ബില്ലിനെ പിന്തുണച്ച പശ്ചാത്തലത്തിൽ ജോസ് കെ മാണി എന്ത് നിലപാടാണ് രാജ്യസഭയിൽ വിശദീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായിരുന്നു. നിലവിലെ ബില്ല് കൊണ്ട് വഖഫ് പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയില്ല. അതിന് പ്രത്യേകമായ ഇടപെടലാണ് വേണ്ടത്. ജനാധിപത്യ വിരുദ്ധമായ ചില കാര്യങ്ങളുണ്ട്, അതിനെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് ജോസ് കെ മാണി വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ പുറത്തുവരുന്നത് MV ഗോവിന്ദൻ്റെ പ്രതികരണം ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് മധുരയിൽ നിന്ന്. അത് ഈ മാസപ്പടി കേസിലെ SFIO കുറ്റപത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അദ്ദേഹം മുൻപേ പറഞ്ഞ രാഷ്ട്രീയ കാര്യങ്ങളാണ്. കേസായി തന്നെ കൈകാര്യം ചെയ്യും. പാർട്ടിക്ക് അതിനകത്തൊരു പ്രശ്നവുമില്ല. അതിനെ പാർട്ടിക്കെതിരായി ഉപയോഗിക്കുമ്പോഴാണ് രാഷ്ട്രീയമായി നേരിടും എന്ന് പറഞ്ഞത്. അത് ഇനിയും അങ്ങനെ തന്നെ തുടരും എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്. റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സമരം ശക്തമാക്കുന്നു വനിതാ CPO ഉദ്യോഗാർത്ഥികൾ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ അനിശ്ചിതകാല നിരാഹാര സമരത്തിൽ പങ്കെടുത്ത ഒരാൾ
ഇന്ന് കുഴഞ്ഞു വീണു. സലീന എന്ന യുവതിയാണ് കുഴഞ്ഞു വീണത്. നിമിഷ, ഹനീന, വിനുസ്മിത എന്നിവർ നിരാഹാരം തുടരുകയാണ്. ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾ കണ്ണുകെട്ടി മുട്ടുകുത്തി പ്രതിഷേധിക്കുന്നുണ്ട്. 30% താഴെ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഇതുവരെ നിയമനം ലഭിച്ചിട്ടുള്ളൂ എന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സമരം. വനിതാ CPO റാങ്ക് ലിസ്റ്റിലെ 967 ഉദ്യോഗാർത്ഥികളിൽ 259 പേർക്ക് മാത്രമാണ് ഇതുവരെ നിയമന ശുപാർശകൾ ലഭിച്ചത്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ പലതവണ ഓഫീസുകളെ സമീപിച്ചിട്ടും ഫലമൊന്നും ഉണ്ടായില്ല എന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഏപ്രിൽ 2 മുതൽ ഇവർ നിരാഹാരത്തിലേക്ക് കടന്നത്. വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമിടെ വഖഫ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. അവിടെ ചർച്ച ഇപ്പോഴും നടക്കുകയാണ്. ഇന്ന് മുനമ്പം വിഷയം ഉൾപ്പെടെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ബിൽ അവതരണം നടത്തിയ ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രസംഗം. ചർച്ചകൾക്ക് ശേഷം ബില്ല് പാസ്സാകുന്നതോടെ ഇനി നിയമമാകാൻ രാഷ്ട്രപതിയുടെ ഒപ്പുമാത്രം മതി. പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനിടയിലാണ് പുലർച്ചെ വഖഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സായത്. പരിഷ്കരിച്ച നിയമ ഭേദഗതി ബിൽ രാജ്യസഭ കടക്കുമെന്നും ഉറപ്പാണ്. ഇത്രയേറെ വിശദമായ ചർച്ചകൾ നടന്ന മറ്റൊരു ബില്ലുമില്ലെന്ന് ബില്ല് അവതരിപ്പിച്ച ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. മുനമ്പം വിഷയം ഇന്നും മന്ത്രി പരാമർശിച്ചു. जमीन जो केरला में मुनम्बम केस के नाम से अभी सब लोग ने पढ़ चुका होगा, उसको वहाँ वक्फ बोर्ड ने क्लेम कर दिया और वो कहीं भी नहीं जा पाया. ബിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതും ഭരണഘടനാ വിരുദ്ധമെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ബില്ലിനെതിരെ പ്രതിഷേധമുയർത്തി കറുത്ത വസ്ത്രമണിഞ്ഞാണ് കേരളത്തിൽ നിന്നുള്ള ഇടതംഗങ്ങൾ സഭയിലെത്തിയത്. മുനമ്പത്ത് ഒരാൾക്ക് പോലും വീട് നഷ്ടമാകില്ലെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ്. സർ, ഒരു കാര്യം ഞാൻ പറയാം, മുനമ്പത്തെ ആൾക്കാർക്ക് ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല. ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ്, അത് ഞങ്ങളുടെ വാഗ്ദാനമാണ്. ഇതിന് മറുപടിയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തി. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത്, മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട്, ഇനിയും പൊള്ളും. അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും. ബിൽ രാജ്യസഭയും കടക്കുന്നതോടെ നിയമമാകാൻ ഇനി രാഷ്ട്രപതിയുടെ ഒപ്പുമതി. എന്നാൽ ബിൽ പാസ്സായാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നിലപാട്. അതിനാൽ വഖഫ് നിയമ ഭേദഗതി ബിൽ പാസ്സായാലും നിയമ പോരാട്ടങ്ങൾ തുടരും. 24 ഡൽഹി. വഖഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയതിനെ സ്വാഗതം ചെയ്ത് മുനമ്പം ഭൂസംരക്ഷണ സമിതിയും കത്തോലിക്കാ സഭയും. ബില്ലിനെ എതിർത്തവരുടെ നിലപാട് വേദനാജനകമാണെന്നും വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും കത്തോലിക്കാ കോൺഗ്രസ് പ്രതികരിച്ചു. വഖഫ് ബില്ലിൽ കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുടെ നിലപാടിൽ നിരാശയെന്ന മുനമ്പം ഭൂസംരക്ഷണ സമിതി. ജനപ്രതിനിധികൾ ഒപ്പം നിന്നില്ലെന്ന പരാതി. എന്നാൽ ലോക്സഭയിൽ ബിൽ പാസായത് പുലർച്ചെ ആഘോഷത്തോടെയാണ് മുനമ്പം ജനത സ്വീകരിച്ചത്. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കാണുന്നു. മുനമ്പം ജനതയോടൊപ്പം നിന്ന ഓരോ ഇന്ത്യൻ പൗരനും, ഇന്ത്യയുടെ വിജയം ആഗ്രഹിച്ച ഓരോ ഇന്ത്യൻ പൗരനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ് ഈ നിമിഷത്തിൽ. അദ്ദേഹം എമ്പുരാനോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ തമ്പുരാനോട് സംസാരിച്ചു. തമ്പുരാൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട്. ലോക്സഭയിൽ ബില്ല് പാസ്സായത് മുനമ്പം ജനതയ്ക്ക് ആശ്വാസമെന്ന് സിറോ മലബാർ സഭാ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര വ്യക്തമാക്കി. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സഭ പ്രത്യക്ഷ പിന്തുണ നൽകില്ല. വലിയ ഒരു ആശ്വാസമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ വഖഫ് നിയമത്തിൻ്റെ ഭേദഗതി നമ്മൾ അനുകൂലിക്കുന്നു, പിന്തുണയ്ക്കുന്നു എന്ന് കരുതി ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ മുന്നണികൾക്കോ ഉള്ള ഒരു പിന്തുണയായി ആരും വ്യാഖ്യാനിക്കരുത്. അതേസമയം വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ എതിർത്തവരുടെ നിലപാട് വേദനാജനകമെന്ന് കത്തോലിക്ക കോൺഗ്രസും പറഞ്ഞു. വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. നമ്മളുടെ പക്ഷത്ത് നിൽക്കാതെ നമുക്കെതിരായിട്ട് പ്രവർത്തിച്ചു എന്ന് നമുക്ക് കൃത്യമായി ബോധ്യമുണ്ടെങ്കിൽ ആ ആൾക്ക് വോട്ട് ചെയ്യാൻ അവർ നിൽക്കുമോ? ഇതേ സംഭവം അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബിൽ രാജ്യസഭ കൂടി കടന്നാൽ സമരം മുന്നോട്ടു പോകുന്നതിലും ഭൂസംരക്ഷണ സമിതി തീരുമാനമെടുത്തേക്കും. 24 കൊച്ചി. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ കോടതിയെ സമീപിക്കാൻ സമസ്ത AP വിഭാഗം. കോഴിക്കോട് ചേർന്ന AP വിഭാഗം സമസ്തയുടെ അടിയന്തര മുശാവറ യോഗത്തിലാണ് തീരുമാനം. പ്രതിസന്ധി ഘട്ടത്തിൽ നീതിപീഠത്തിലാണ് പ്രതീക്ഷയെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. സമീർ C. മുഹമ്മദ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. സമീർ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ്. ചിലരതിനുള്ള നടപടികൾ തുടങ്ങാനിരിക്കുന്നു. അതിനിടയിൽ AP വിഭാഗം കൂടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. വിശദാംശങ്ങൾ എന്താണ് സമീർ?
ശ്രീജിത്ത്, പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ എതിർപ്പിനിടയിലും വഖഫ് നിയമ ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുകയാണ്. അതിൽ വലിയ ആശങ്കയാണ് ന്യൂനപക്ഷങ്ങൾക്കുള്ളത്. ആ വിഷയത്തിലാണ് സംസ്ഥ AP വിഭാഗവും EK വിഭാഗവും അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത്. ഈ വിഭാഗം കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഷാവറ യോഗമാണ് ഇന്ന് കോഴിക്കോട് ചേർന്നത്. AP സംസ്ഥയുടെ ആ മുഷാവറ യോഗത്തിലാണ് ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം. അതിന് പൊതുവായ കൂട്ടായ്മകൾ രൂപീകരിക്കണം. ജനാധിപത്യ മതേതര കക്ഷികളെല്ലാം തന്നെ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകണം എന്ന ആവശ്യം കൂടി AP സംസ്ഥ മുന്നോട്ട് വയ്ക്കുന്നു. ഈ വിഷയത്തിൽ മൗലികാവകാശങ്ങളുടെ നഗ്നമായ ലംഘനം ഉണ്ടാകുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തങ്ങൾ നിയമപരമായിട്ട് കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയത് എന്നും അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ EK സംസ്ഥയും ഇത്തരത്തിൽ തന്നെ നിയമപോരാട്ടം ശക്തമാക്കാനാണ് അവരുടെയും തീരുമാനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടും സംസ്ഥയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരും ഒരു സംയുക്ത പ്രസ്താവനയാണ് പുറത്തിറക്കിയത്. അതിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. വഖഫ് ഭൂമികൾ പിടിച്ചെടുക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിഗൂഢ ശ്രമങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. അത് വിശ്വാസികളെ, പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങളെ വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം ഒരു ഘട്ടത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണം. അങ്ങനെ പിന്മാറുന്നില്ല എങ്കിൽ ശക്തമായ വഖഫ് വിഷയത്തിൽ കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നു AP വിഭാഗം. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും പ്രതികരിച്ചു. പ്രതിപക്ഷ എതിർപ്പുകൾക്കിടയിൽ രാത്രി 2 മണിക്ക് ബില്ല് പാസാക്കിയ നീക്കത്തെ സ്റ്റാലിൻ കടന്നാക്രമിച്ചു. ഒരു വിഭാഗത്തിന്റെയും അവകാശങ്ങളെ ഹനിക്കാൻ പാടില്ല എന്നും ബില്ലിനെതിരെ തമിഴ്നാട് ഒന്നിച്ചു പോരാടുമെന്നും സ്റ്റാലിൻ പറഞ്ഞു. കറുത്ത ബാഡ്ജ് അണിഞ്ഞാണ് മുഖ്യമന്ത്രിയും DMK അംഗങ്ങളും ഇന്ന് നിയമസഭയിലെത്തിയത്. നേരത്തെ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ തമിഴ്നാട് നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു. കാസർഗോഡ് എണ്ണപ്പാറ രേഷ്മ തിരോധാന കേസിൽ പെൺകുട്ടി മരിച്ചെന്ന് സ്ഥിരീകരിച്ച് ഹൈക്കോടതി. മരണകാരണം കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കാൻ കോടതിയുടെ നിർദ്ദേശം. കേസ് CBIക്ക് വിടാൻ ഒരുക്കമാണ് എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു. കേസിൽ നിർണായക നീക്കവുമായി സംസ്ഥാന ക്രൈംബ്രാഞ്ചും രംഗത്തുണ്ട്. മാതാപിതാക്കളുടെയും സഹോദരിയുടെയും രക്തസാമ്പിൾ ശേഖരിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എന്താണ് ഈ തിരോധാന കേസ്? ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ, ഒരു ഭാഗത്ത് ക്രൈംബ്രാഞ്ചിന്റെ ഇടപെടൽ, എന്താണ് ഇതിൽ സംഭവിക്കുന്നത്? റിജിത്ത്, 2010 ജൂൺ 6-നാണ് കാഞ്ഞങ്ങാട് എണ്ണപ്പാറ സ്വദേശി രേഷ്മയെ കാണാതാവുന്നത്. കാഞ്ഞങ്ങാട് മടിയൻ ഭാഗത്ത് വെച്ചാണ് ഈ രേഷ്മയുടെ അവസാന മൊബൈൽ ടവർ ലൊക്കേഷൻ പോലീസിന് ലഭിച്ചത്. പക്ഷേ അതിനുശേഷം നീണ്ട 15 വർഷത്തെ ഒരു അന്വേഷണമുണ്ടായി. ആ ഘട്ടത്തിലൊന്നും തന്നെ രേഷ്മ എവിടെയൊന്നും രേഷ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് ലോക്കൽ പോലീസിനൊന്നും ഉത്തരം കണ്ടെത്താനായില്ല. ജില്ലാ ക്രൈംബ്രാഞ്ച് കേസന്വേഷിച്ചു. ജില്ലാ ക്രൈംബ്രാഞ്ചിനും ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായൊരു മറുപടി ലഭിച്ചില്ല. അതിനുശേഷമാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞ ഡിസംബറിൽ ഹൈക്കോടതി നേരിട്ട് തന്നെ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് ഈ കേസ് വിടുന്നത്. ഹൈക്കോടതി സംസ്ഥാന ക്രൈംബ്രാഞ്ച് SP P പ്രകാശിനാണ് അന്വേഷണ ചുമതല നൽകിയത്. ഇപ്പോൾ നിർണായകമായ ഒരു നീക്കം ഈ കേസിൽ നടന്നിരിക്കുന്നു. ഇവരുടെ സഹോദരിയുടെയും അതുപോലെ തന്നെ മാതാപിതാക്കളുടെയും ബ്ലഡ് സാമ്പിൾ സംസ്ഥാന ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായി നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം. ഇതിന് ഈ രേഷ്മയുടെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. DNA ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ച് നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ രേഷ്മ ഉപയോഗിച്ചിരുന്ന പാദസരവും സംസ്ഥാന ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന നടത്തിയിരുന്നു. ഈ പാദസരം രേഷ്മയുടേതാണോ എന്നൊരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. അതിനെ മാതാപിതാക്കളെയും സഹോദരിയെയും കാണിച്ചിരുന്നു. പക്ഷേ അവർക്കാർക്കും ഇത് തിരിച്ചറിയാൻ സാധിച്ചില്ല. ഒടുവിൽ രേഷ്മയുടെ ഒരു സുഹൃത്ത്, അതായത് ബന്ധുവായ ഒരു പെൺകുട്ടി തന്നെ ഈ പാദസരം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് രേഷ്മയുടേത് തന്നെയാണെന്ന് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രേഷ്മയുടേത് കൊലപാതകമാണോ എന്നൊരു സംശയം കൂടി ഉയരുന്നു എന്നുള്ളതാണ്. പെൺകുട്ടി മരിച്ചു എന്ന് ഹൈക്കോടതി സ്ഥിരീകരിച്ചു. മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബേക്കൽ DYSP സുനിൽകുമാർ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ട് ഹൈക്കോടതി ശരിവച്ചിട്ടുണ്ട്. ഈ കുട്ടി മരിച്ചിരിക്കുന്നു എന്ന് ഹൈക്കോടതി കണ്ടെത്തി. ഇനി കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ എന്നൊരു സംശയം മാത്രമാണ് ബാക്കിയുള്ളത്. ശരി, അരുൺ പാറക്കൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ AK ബാലൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയം. അല്ല, അതിനാണല്ലോ അഴിമതി ഇല്ല എന്നുള്ള മൂന്ന് കോടതി പറഞ്ഞല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യമില്ലെങ്കിൽ അഴിമതി കറപ്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊന്നുമില്ല എന്ന് മാത്രമല്ല, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കൃത്യമായി തിരുവനന്തപുരം വിജിലൻസ് കോടതി പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ഞാനതാ ചോദിക്കുന്നത്, 1,72,00,000 അതിന് ഇൻകം ടാക്സ് കൊടുത്തതാണ്, അതിന് GST കൊടുത്തതാണ്. അതൊന്നും കൊടുത്തിട്ടില്ല. അതൊന്നും കൊടുക്കാത്തതിൻ്റെ ഭാഗമായി നിങ്ങൾ മനസ്സിലാക്കണം. കൊടുക്കാത്തതിൻ്റെ ഭാഗമായി
CMRL എന്ത് ചെയ്തു? CMRL അവരുടെ വരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് അവർ പറഞ്ഞു യഥാർത്ഥത്തിൽ നിങ്ങൾ മതിയായ ഇൻകം ടാക്സ് കൊടുത്തിട്ടില്ല, വരുമാനം നിങ്ങൾ കുറച്ച് കാണിച്ചു, അപ്പം അതുകൊണ്ട് ഇത്രയും കൂടി നിങ്ങൾ തരണമെന്ന് പറഞ്ഞു. അതവർ കൊടുക്കുകയും ചെയ്തു. അവരെ ആ കാശ് കൊടുത്തു. ആര് കൊടുത്തു? CMRL കൊടുത്തു. അപ്പോൾ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് എന്ത് പറഞ്ഞു? ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് പറഞ്ഞു ഇതോടുകൂടി കഴിഞ്ഞു, ഇനി പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി ഇവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ചോദിച്ചത് നന്നായി. ഒരേജൻസി പറയുകയാണ് ഇവർക്ക് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഇവരുടെ പേരിൽ പ്രോസിക്യൂഷൻ എടുക്കണ്ട. കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ മറ്റൊരു ഏജൻസി പറയുകയാണ് ഇപ്പൊ ഞങ്ങൾ കുറ്റപത്രം കൊടുത്തു എന്ന്. ഏതാ നിൽക്കുക? അത് പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ കാലമായില്ല ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു സുഖം കിട്ടുമല്ലോ. മലയാളത്തിലൊരു ശൈലിയുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അൺപാർലമെന്ററി ആകുമെന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇതൊരു സുഖമുള്ള കാര്യമാണല്ലോ, രാജിവെക്കണമെന്ന് പറയുന്നത്. അല്ല, അതെല്ലാം കോടതി, 2 കോടതി 3 കോടതി തള്ളി, ഒരു ഹൈക്കോടതിയും തള്ളി, 2 വിജിലൻസ് കോടതിയും തള്ളിയില്ലേ. അഴിമതിയായിട്ട് ഇനി ബന്ധപ്പെട്ടിട്ട് പറയണ്ട. അത് ഇവർക്ക് നോക്കാനുള്ള ഒരധികാരവും ഇല്ല, യാതൊരു അധികാരവും ഇല്ല. അഴിമതിയായി ബന്ധപ്പെട്ടുകൊണ്ട് മതിയായിട്ടുള്ള ഇൻകം ടാക്സ് അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. മതിയായ ഇൻകം ടാക്സ് ഞങ്ങൾക്ക് കിട്ടി, അതുകൊണ്ട് അവർക്ക് ഇൻകം ടാക്സ് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റിയും ഞങ്ങൾ 2 സ്ഥാപനത്തിനും കൊടുത്തു എന്ന് ഉത്തരവും വന്നതാണ്. പിന്നെ ഇപ്പം ഇവർ പറയുന്നത് ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയുടെ മുമ്പാകെ പറഞ്ഞതിന് ഘടകവിരുദ്ധമാണ്. ഞങ്ങളിപ്പോൾ ധൃതി പിടിച്ചിട്ട് കുറ്റപത്രം കൊടുക്കാൻ പോകുന്നില്ല. സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവധി യാത്രാ ആനുകൂല്യം കൂട്ടി സർക്കാർ ഉത്തരവ്. ഒരു ദിശയിലേക്കുള്ള വിമാന നിരക്കിന് 15,000 രൂപയാക്കി. നേരത്തെ അത് 10,000 രൂപയായിരുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, ഇങ്ങനെയൊരു തീരുമാനത്തിന് പിന്നിൽ എന്താണ്? അത് സർക്കാർ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് അജീഷ്? രഞ്ജിത്ത്, നേരത്തെ ഇത് 10,000 രൂപയായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥരുടെ യാത്രാ ആനുകൂല്യമായിട്ട്, അവധി യാത്രാ ആനുകൂല്യമായിട്ട് നൽകിയിരുന്നത്. അത് 15 വർഷം സർവീസ് ഉള്ളവർ അവർ സർക്കാർ ആവശ്യത്തിന് യാത്ര നടത്തുമ്പോഴാണ് ഈ ആനുകൂല്യം നൽകിയിരുന്നത്. 10,000 രൂപയായിരുന്നു നേരത്തെ ഇറക്കിയിരുന്നത്. പക്ഷേ കൂടുതൽ തുകയാവുകയാണെങ്കിൽ, അതായത് ചില ഫ്ലൈറ്റുകൾ മാറി കയറി കൂടുതൽ തുകയാവുകയാണെങ്കിൽ 15,000 രൂപ വരെ എഴുതിയെടുക്കാമെന്നായിരുന്നു. ഇത് ചില വ്യാഖ്യാന പിശകുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ പുതുക്കി ഒരു ഉത്തരവ് സർക്കാർ ഇറക്കിയിരിക്കുന്നത്. ഇത് പ്രകാരം 15,000 രൂപ വരെ യാത്രാ ആനുകൂല്യമായി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എഴുതി വാങ്ങാം. ശരി, അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കൊച്ചിയിൽ വൻ ലഹരിവേട്ട. 27 കിലോ കഞ്ചാവുമായി 2 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാം, വലിയ അളവിലാണ് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. 27 കിലോ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ വലിയ അളവിലുള്ളതാണ്. ഈ പിടിയിലായവർ, അവരുടെ പശ്ചാത്തലം എക്സൈസ് വിശദീകരിക്കുന്നത് എന്താണ് ശ്യാംകുമാർ? റിജിത്ത്, എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എക്സൈസിന്റെ റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥരും എക്സൈസ് റെയിൽവേയുടെ ഇന്റലിജൻസ് വിഭാഗം ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് 27 കിലോ കഞ്ചാവുമായി തിരുവനന്തപുരം സ്വദേശികളായ 2 പേരെ പിടികൂടിയത്. ഈ 2 പേരുടെയും കയ്യിൽ നിന്നാണ് 27 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടുന്നത്. ഏതായാലും ഇവരെ നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ്. വിൽപ്പനയ്ക്കായി കേരളത്തിലെത്തിച്ച കഞ്ചാവാണ് പ്രതികളിൽ നിന്ന് പിടികൂടിയത് എന്നുള്ളതാണ് എക്സൈസ് നൽകുന്ന വിവരം. തിരുവനന്തപുരം സ്വദേശി അക്ഷയ്, രഞ്ജിത്ത് എന്നിവരെയാണ് പിടികൂടിയതെന്നുള്ളതാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നൽകുന്നത്. പ്രതികളെ എക്സൈസ് ഓഫീസിൽ എത്തിച്ച് ഇത് എവിടെ നിന്ന് എത്തിച്ച കഞ്ചാവാണെന്നും എന്തിൽ എത്തിച്ച കഞ്ചാവാണെന്നുള്ള വിവരങ്ങൾ എക്സൈസ് സംഘം ശേഖരിച്ചു വരികയാണ്. പ്രൈം ടൈം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. പതിവ് സെഗ്മെന്റിലേക്ക് വാൽകഷണം. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വസതിയിൽ പോയി സന്ദർശിച്ചു. തനിക്ക് കിട്ടിയ ഉപദേശങ്ങളനുസരിച്ച് മുന്നോട്ടു പോകുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കണിച്ചുകുളങ്ങരയിലെ സന്ദർശന വിശേഷങ്ങൾ എന്തെല്ലാം കാണാം. M. അഫ്സൽ തയ്യാറാക്കിയ വാൽകഷണം. കണിച്ചുകുളങ്ങരയിൽ ഒരു അതിഥി എത്തിയിട്ടുണ്ട്. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. അപ്പൊ എങ്ങനെയുണ്ട് ഇന്നത്തെ അതിഥി? ഒരു കച്ചവടക്കാരൻ കൂടിയായ ഒരു നേതാവാണ് അദ്ദേഹം. ശരി, ശക്തനായ ഒരു രാഷ്ട്രീയക്കാരനല്ല. പുറത്ത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല, രാഷ്ട്രീയക്കാരുടെ അടവോ നയോ ഒന്നുമില്ല. പിന്നെ അടുത്ത ക്വാളിറ്റി, പിന്നെ ഈ രാഷ്ട്രീയത്തിന്റെ എല്ലാ വളപ്പും തിരിപ്പും ഒന്നും അറിയില്ല. വളപ്പും തിരിപ്പൊന്നും അറിയില്ലേ?
പിന്നെ എന്താ മൂപ്പര് ഇവിടെ ചെയ്യ? നന്നായിട്ട് ചിരിക്കും. ശുദ്ധനായ ഒരു രാഷ്ട്രീയക്കാരൻ. അപ്പൊ നേരത്തെ തന്നെ ബന്ധം ഉണ്ട് അല്ലേ? എന്റെ റിലേഷൻഷിപ്പ് ഒരു വേറെ ലെവലിലെ റിലേഷൻഷിപ്പാണ്. എങ്ങനെ സുരേഷ് ഗോപിനേക്കാളൊക്കെ ബന്ധമുണ്ടോ? അപ്പൊ ഏകദേശം ഇപ്പൊ ഇത് എത്ര കൊല്ലത്തെ ബന്ധം ഉണ്ടാവും? ജനറൽ സെക്രട്ടറിന്റെ കൂടെ എന്റെ ഒരു 10-12 കൊല്ലമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇച്ചിരി പഴകിയ ഇടപാടല്ലേ? നല്ല ഒരു സുഹൃത്ത് ബന്ധം ഞങ്ങൾ തമ്മിൽ നേരത്തെ തൊട്ടുണ്ട്. അപ്പൊ ബന്ധം പുതുക്കലാണ്, അല്ലാതെ രാഷ്ട്രീയം പറയാൻ വന്നതല്ലേ? ഒരു രാഷ്ട്രീയ മീറ്റിംഗ് അല്ല, ഒരു പേഴ്സണലും ഒരു സോഷ്യൽ മീറ്റിംഗ് ആയിട്ട് എന്നാണ് ഞാൻ കാണുന്നത്. ആയിക്കോട്ടെ, 12 കൊല്ലമായിട്ട് നിങ്ങൾ തമ്മിലെ ബന്ധം അവിടെ നിൽക്കട്ടെ. ഈ വരവ് കൊണ്ട് വല്ല കാര്യം ഉണ്ടാവുമോ? അതുകൊണ്ട് വന്നു ഒരു റീ എനർജൈസ്ഡ് ആയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. നടേശേട്ടാ, നിങ്ങളുടെ അടുത്തുനിന്ന് നല്ല എനർജി കിട്ടിയെന്നാണ് മൂപ്പര് വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ, എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ. വന്നിട്ടപ്പോ വിശ്വാസം നേടിയോ? അദ്ദേഹം പറയുന്നത് വളഞ്ഞു തിരിഞ്ഞൊന്നും പറയല, ഉള്ളതും വെച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്നു. അപ്പൊ വളഞ്ഞു കെട്ടണതൊന്നും പറഞ്ഞില്ല അല്ലേ? വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എനിക്ക് വളരെ അഡ്വൈസും നിർദ്ദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അദ്ദേഹം അത് മനസ്സിൽ വെച്ചിട്ട് ഞാൻ മുമ്പോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോയാല് കാര്യം ഉണ്ടാവുമോ നടേശേട്ടാ? അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ. അപ്പൊ ഉപദേശങ്ങൾ തേടി BJPയുടെ പുതിയ പ്രസിഡന്റ് അടുത്ത സ്ഥലത്തേക്ക് വണ്ടി തിരിക്കുകയാണ്. അപ്പോൾ വാൽകഷ്ണത്തോടെ പ്രൈം ടൈം പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്, നമസ്കാരം.